എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1930കളിൽ കോൺഗ്രസിനകത്തും പുറത്തും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിച്ചു. 1929ൽ അമേരിക്കയിലുണ്ടായ സാമ്പത്തിക മാന്ദ്യം സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. മാന്ദ്യത്തെ തുടർന്ന് ഇംഗ്ലണ്ടും അമേരിക്കയും ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാജ്യങ്ങളുടെയെല്ലാം സാമ്പത്തിക അടിത്തറ ഇളകി. അതേസമയം സോവിയറ്റ് യൂണിയനെ ഈ മാന്ദ്യം ബാധിച്ചിരുന്നില്ല. ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉൽപ്പാദനം വളർച്ച നേടുകയും ചെയ്തു. മുതലാളിത്ത രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് റഷ്യയിലുമുണ്ടായ വിപരീത സ്ഥിതിവിശേഷം ലോകത്തെ സോഷ്യലിസത്തിലേക്ക് ആകർഷിച്ചു. ഇന്ത്യയിലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം ഇന്ത്യൻ സോഷ്യലിസത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. മേൽപ്പറഞ്ഞ അന്തർദേശീയ സ്വാധീനത്തിന് പുറമെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരിപാടികളോടുള്ള എതിർപ്പും CSPയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കി. സിവിൽ നിയമലംഘനത്തിൻ്റെയും വട്ടമേശ സമ്മേളനങ്ങളുടെയും പരാജയം രാജ്യമൊട്ടാകെ നിരാശ പടർത്തുകയാണ് ചെയ്തത്. ഗാന്ധിയൻ വലതുപക്ഷ ചിന്താഗതികളോട് എതിർപ്പുള്ള നല്ലൊരു വിഭാഗവും കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായൊരു ഇടതുപക്ഷവും കോൺഗ്രസിൽ ഉയർന്നു വന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജന്മമെടുക്കുന്നത്. 1933ൽ നാസിക് ജയിലിൽ വെച്ച് ജയപ്രകാശ് നാരായൺ, പട്വർദ്ധൻ, അശോക് മേത്ത തുടങ്ങിയ യുവ സോഷ്യലിസ്റ്റ് നേതാക്കൾ കോൺഗ്രസിനകത്ത് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചു. 1934 മെയ് മാസത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ പാട്നയിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. നരേന്ദ്രദേവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ സമ്മേളനമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത്. അക്കൊല്ലം ബോംബെയിൽ ചേർന്ന ഒരു CSPയുടെ മറ്റൊരു സമ്മേളനം ജയപ്രകാശ് നാരായണനെ പാർട്ടിയുടെ പ്രഥമ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. രാം മനോഹർ ലോഹ്യ, കമലാദേവി, EMS, P. സുന്ദരയ്യ എന്നിവരായിരുന്നു CSPയിലെ പ്രമുഖ നേതാക്കൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ അതിലെ നേതാക്കന്മാരും CSPയിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. സോഷ്യലിസ്റ്റുകളിൽ ഭൂരിഭാഗവും ഇടത്തരക്കാരായിരുന്നു. മാർക്സിൻ്റെയും കോൺഗ്രസിൻ്റെയും ആശയങ്ങളിൽ അവർ വിശ്വസിച്ചു. എന്നാൽ കോൺഗ്രസിനകത്ത് അതിൻ്റെ ഒരു ഇടതുപക്ഷ വിഭാഗമായാണ് CSP പ്രവർത്തിച്ചു പോന്നത്. ഇന്ത്യയിൽ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുകയായിരുന്നു അതിൻ്റെ മുഖ്യ ലക്ഷ്യം. സ്വാതന്ത്ര്യം, സോഷ്യലിസം എന്നിവയ്ക്ക് വേണ്ടി പാർട്ടി നിലകൊണ്ടു. CSP മുതലാളിത്തത്തിനും ജന്മിത്തത്തിനും എതിരായിരുന്നു. അതിനാൽ തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിക്കുന്നതിന് കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ ഊന്നൽ നൽകി. കോൺഗ്രസിനെ കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് പരിപാടി അംഗീകരിപ്പിക്കാനും അവർ പരിശ്രമിച്ചു. കോൺഗ്രസിൻ്റെ സമരവീര്യം ചോർന്നു പോകാതെ അതിനെ സജീവമായി നിലനിർത്തുക എന്നതും അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഗാന്ധിജിയുടെ സമരതന്ത്രങ്ങളോടുള്ള മനംമടുപ്പ് CSPയുടെ പരിപാടികളിൽ നിഴലിച്ചു നിന്നിരുന്നു. കോൺഗ്രസിലെ വലതുപക്ഷത്തിൻ്റെയും ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെയും എതിർപ്പ് CSPക്ക് നേരിടേണ്ടി വന്നു. അതിനാൽ കോൺഗ്രസിനെ വിപ്ലവീകരിക്കാനും സോഷ്യലിസ്റ്റ് പരിപാടികൾ അംഗീകരിക്കാനുമുള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളുടെ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ കോൺഗ്രസിനകത്ത് കാര്യമായ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതേസമയം കോൺഗ്രസിന് പുറത്ത് CSP ഉജ്ജ്വലമായ നേട്ടങ്ങൾക്കുണ്ടാക്കി. നിരവധി തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകി. അഖിലേന്ത്യാ കിസാൻ സഭയുടെ രൂപീകരണത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ പ്രധാന പങ്കുവഹിച്ചു. നാട്ടുരാജ്യങ്ങളിലെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാട്ടങ്ങളിൽ അവർ പങ്കുചേർന്നു. സിവിൽ അവകാശങ്ങളും ഉത്തരവാദിത്ത ഭരണത്തിനും വേണ്ടി അവർ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.